വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ കോളേജിൽ ഗെറ്റ് ടുഗദറാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഗെറ്റ് ടുഗദറിന് പോവാണ് കേട്ടോ. അതിനാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ തനിയാണ് വന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും മീറ്റ് ചെയ്യാനായിട്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഗേസ്. ചേട്ടൻ്റെ ലോഡും വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. ഞാൻ കയറിയിരുന്നു ഗൈസ്. എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. നീ എക്സൈറ്റഡാ? ഞാനാ? എനിക്കെന്ത് എക്സൈറ്റഡ്? എന്റെ വണ്ടി പെട്രോൾ ചെലവാണ്. ഓ, അവൻ എക്സൈറ്റഡ് അല്ല. അതെന്താ? ഓ, നല്ലൊരു പെണ്ണ് കിട്ടി എല്ലാവരും പറഞ്ഞോളൂ. അപ്പേ കമോൺ. അപ്പം അപ്പനെയും കൂടി ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. വഴിന്ന് അപ്പനെ എങ്ങോട്ടോ പോകും. ഇതവിടെ പിടിച്ചോളൂ. അങ്ങനെ അടച്ച് ഞങ്ങൾ 3 പേരും കൂടിയാണ് ഗൈസ് പോവാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരി അവിടെ വരും. എന്നിട്ട് അവളെയും കൂടി ഞങ്ങൾ കൂട്ടിയിട്ട് ഞാൻ കോളേജിലേക്ക് പോകും. ഞാൻ കോളേജിലവിടെ ഇറങ്ങും. അവള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും അവൾക്ക് എത്താനായിട്ട്. അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ കാര്യങ്ങൾ. ബാക്കി ഞങ്ങളുടെ വീടിന്റെ വഴി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വരും ആൾക്കാർ. അങ്ങനെ ഞങ്ങളുടെ വഴി ഇത് ഞങ്ങൾക്ക് കാണാം. ഇത് ഞങ്ങളുടെ പശുക്കുട്ടൻ നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്. ഞങ്ങള് പോയിട്ട് കാണാം. ജസ്റ്റ് അതിന്റെ സ്കില്ല് വേണമെങ്കിൽ കണ്ടു ഡ്രൈവിംഗ്. നെഞ്ചം കണി കണ്ടേ നിറയെ മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവേലായി മാറാം. നെഞ്ചം കണി കണ്ടേ നിറയെ കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരവാകുന്നതുപോലെ പുലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നി ഇടനാഴിയിലായി മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം. ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും. കോളേജിൽ എത്തിയിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജ്. അവിടെയാണ് ഞങ്ങൾ PG പഠിച്ചത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗ്രേഷ്മ. ഹായ് കൊടുത്തേടി. ഹായ് കൊടുക്കടി. അപ്പം ഞങ്ങൾ ഇതേ കോളേജിൽ ഗെറ്റ് ടുഗദറിന് വന്നേക്കാണ്ട് കുറച്ചും കൂടി ഞങ്ങളുടെ ഫ്രണ്ട്സ് വരാനുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജ്. ഒരു ഹെവൻ പോലെ നിങ്ങൾക്ക് തോന്നും. അത് തന്നെയാണ്, കറക്റ്റ് ഹെവനാണ് ഞങ്ങളുടെ കോളേജ്. ഭയങ്കര അടിപൊളിയാണ്. ഈ കോളേജ് യൂണിവേഴ്സിറ്റി ആക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടോണമസ് കോളേജാണ്. ഭയങ്കര അടിപൊളി കോളേജ്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും കാണിച്ചു തരാം. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്. പിന്നെ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ബട്ടർഫ്ലൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഇങ്ങനെ കയറി ചെന്നാൽ നമുക്ക് ക്യാൻറ്റീൻ കാണാം കേട്ടോ. അവിടെയാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നത്. അപ്പം നേരെ ഈ വഴി പോയ ക്യാൻറ്റീനാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ കയറി ചെന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡ് ഭാഗമാണ്. ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നല്ല ഭംഗിയുള്ള ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അത് ഈ ഒരു സൈഡിലത്തെ ബാമ്പു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. മേലുള്ളത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കയറി ചെല്ലുമ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്.
ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഇവിടുത്തെ കുറേ തൊട്ടപ്പോൾ തന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതുകൊണ്ട് അവിടെ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഞങ്ങൾക്ക് പെർമിഷനൊന്നും ആവശ്യമില്ല, നമ്മൾ നേരെ അങ്ങോട്ട് കയറി ചെല്ലാം. അങ്ങനെ കയറി ചെന്നപ്പോൾ ഇവിടെ കുറേ ഹിസ്റ്റോറിക്കൽ ഐറ്റംസൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിന് ക്യാബിൻ, മുന്നേ ഇങ്ങനെ ക്യാബിനൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് ക്യാബിനൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ ടീച്ചേഴ്സിനും ഓരോ ക്യാബിൻ. ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ വരെ ഫോട്ടോസ് എടുക്കും, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. നല്ല രസമായിരുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് കയറി ചെല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇടമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അവിടെ കുറേ പുരാവസ്തുക്കളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുകയാണ് ചെയ്തത്. ഹായ് പറ. ഞങ്ങൾ അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റോ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റോ ഏതോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണത്, അപ്പോൾ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് തോന്നുന്നത്. അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഞങ്ങളുടെ ടീച്ചറായിട്ടും, ഞങ്ങളുടെ ക്ലാസ് മിസ്സായിരുന്നു ജിൻസി മിസ്സ്, ക്ലാസ് മിസ്സായിട്ട് കുറേ നേരം സംസാരിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, വേറൊരു ഫ്രണ്ട് വന്നിട്ട് അവൾ നേരെ പോയിട്ട് അവർ നട്ടിരിക്കണ ഇതിൽ നിന്ന് പോയിട്ട് ചാമ്പയ്ക്കൊക്കെ പറിച്ചിട്ട് വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ തന്നിട്ട്. അവൾ ഭയങ്കര വൈബാണ്. ആൾ പോയി നേരെ അവിടെ നിന്ന് അതൊക്കെ പൊട്ടിച്ച്, സംഭവം അത് പഴുത്തിട്ടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. ആകെ 4 എണ്ണം കിട്ടിയുള്ളൂ, അതിൽ ഞങ്ങൾ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ ഞങ്ങൾക്ക് അതിൻ്റെ ഷെയറൊക്കെ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നേരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്യൽ, നമുക്ക് സ്നാക്കൊക്കെ തന്നു. സ്നാക്കും അതുപോലെ തന്നെ ചായയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂമായിരുന്നു ഇത്, സെക്കൻഡ് ഇയർ ക്ലാസ് റൂം. ആ സെക്കൻഡ് ഇയർ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഫുള്ള് ഓൾഡ് സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ എല്ലാവരും അവിടെ ഉള്ള പിള്ളേരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കളിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ, കാരണം കുറേ നാൾക്ക് ശേഷമാണല്ലോ നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ മിസ്സ് വരെ ഞങ്ങളുടെ കൂടെ ഡാൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് ഞങ്ങൾ കുറേ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മിസ്സാണ് ശ്രീവിദ്യ മിസ്സ്. അപ്പോൾ ഇന്ന് ശ്രീവിദ്യ മിസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദറാണ്. അപ്പോൾ ആ ഫാദർ മിസ്സിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മിസ്സ് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ നീതു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്, അവൾ ഗർഭിണി ആയിട്ടുണ്ട്, സെക്കൻഡ് പ്രഗ്നൻസിയാണ്. അപ്പോൾ ആൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ നമുക്ക് സമൂസ, ചായ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരു ഫാദറാട്ടാ നമുക്ക് സമൂസയൊക്കെ തന്ന. ഫാദർ ഇവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുകയാണിപ്പോൾ. ഫസ്റ്റ് ഇയറാണ് സെക്കൻഡ് ഇയർ ആണെന്ന് ഞാൻ മറന്നുപോയിട്ട്. അപ്പോൾ ആൾ അവിടെ പഠിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇത് മിസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ HOD മിസ്സ് ഇപ്പോൾ വരും കേട്ടോ. HOD മിസ്സ് ഭയങ്കര വൈബാണ്. ലിഷ മിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾ, കാരണം ഭയങ്കര വൈബായിട്ട് ജോലി. ഇപ്പം ഞാൻ കാണിച്ച ഫ്രണ്ട് എന്ന് പറയുന്ന നാട്ടിലില്ല, അവൾ ലണ്ടനിലാണ്. അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമുക്കൊരു സൈലന്റ് പ്രയർ തുടങ്ങാം. ഫസ്റ്റ് ഇയർ MA ഹിസ്റ്ററിയിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ഫാദർ ക്ലീറ്റസിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് HOD ചരിത്രത്തെ ചേർത്ത് പിടിക്കാൻ അങ്ങനെ ഒരു ഡെഡിക്കേഷൻ, അതായത് ഇതിന് വിലയുണ്ടെന്ന് കാണിച്ചെന്ന് പറയില്ല. ആ സിനിമയുടെ വിലയില്ല, ഓട്ടക്കാരാണെങ്കിൽ വില ആൾക്കാരുണ്ടാവും, പക്ഷെ കുറവാ, എണ്ണം കുറഞ്ഞു ആൾക്കാർ. നിങ്ങൾക്ക് നിങ്ങളവിടെ അട്രാക്ട് ചെയ്യുന്ന ഒന്നുമില്ലേ? ഞങ്ങളെല്ലാ വർഷം വരാറുണ്ടല്ലോ മിസ്സേ. എന്തായാലും എല്ലാവരും കണ്ടതിൽ സന്തോഷം. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പൊ നിങ്ങൾ കേൾക്കേണ്ട മിസ് ഒരാളെ മാത്രം നോക്കി, പിന്നെ മാത്രം ഇഷ്ടമുള്ള പണ്ടേ ഇഷ്ടല്ലേ? അതാ ഞങ്ങൾക്ക് അറിയാലെങ്കിലും ഒത്തിരി സന്തോഷം. എന്താ വേണ്ടതെന്ന് അറിയാം, ഓരോ വർഷവും ഒരു ബാച്ചിലെ ചെറിയൊരു ആലസ്യത്തിലൊക്കെ ആയിരുന്നു എന്താണ് ഹോളിഡേയുടെ. അപ്പൊ എന്തായാലും എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. മക്കളൊക്കെ വലുതായി, ലിജിന്റെ മക്കള് ഇപ്പോഴും പണ്ട് പഠിച്ച അതേ മനസ്സാണ്. അപ്പം കുട്ടി വലുതായതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടേ ഇല്ല.
അപ്പൊ എല്ലാവരും ടീച്ചർ പറഞ്ഞതുപോലെ ഇനി എണ്ണം സാറേ വാക്ക് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നു, ഞാനാണ് സത്യം ഇവിടെ ആദ്യം എത്തിയത്. ഞങ്ങളാണ് ആദ്യത്തേത്. പക്ഷേ എന്താ നിങ്ങളെ ആരും എനിക്ക് അറിയില്ല, ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഇവരെനിക്ക് ഷെബീർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഷെബീർ എല്ലാവരും കൂട്ടിയാൽ മതി. എല്ലാവരും കണ്ടു കേറ്ററ്റിന് ക്വാളിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷനാണ് കൊടുക്കാൻ ഞാൻ HOD വിദ്യാഭ്യാസ നമുക്ക് ഈ വർഷം പാസ്സായി. അല്ല വീഡിയോ കേട്ടോ. ആ എടുക്കുന്നു. നമ്മുടെ പിള്ളേരടുത്ത് ഞാൻ വലിയ മാറ്റത്തിൽ പോകാറില്ല, കാരണം അത് കേൾക്കില്ല. പിന്നെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വർക്കിംഗ് ഫീൽഡ് മാത്രമേ കുറച്ചിട്ടുണ്ടാവുള്ളൂ. അതിന് ഞങ്ങളിപ്പോൾ പറയുകയാണെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഇപ്പോഴും ആ ഒരു വൈബ് ഇപ്പോഴും ഉണ്ട്. ഓൺലൈനായിട്ട് നമ്മളിപ്പോഴാക്കി ചെമ്പട്ട് വീശും മുൻപേ ദയ്യം താരോ. മെലോഡിക്കാന്നാണ് എന്റെ പേര് കേട്ടോ. ഫസ്റ്റ് ടൈം മെലോഡിക്ക അല്ലേന്നാ എടാ വായിക്കൂടെ പറ്റിയ സാധനം. ഇന്ന് വെറോനിക്ക. മെറോനിക്കല്ലടാ, ഇവളെന്തോ അങ്ങനെ പറഞ്ഞു. മെലോഡിക്ക. അപ്പൊ ഗായ്സ് ഭയങ്കര ബുഫയാണ് കേട്ടോ ഞങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോ ഡ്രിങ്ക്സാ. എങ്ങനെയുണ്ട് ഡ്രിങ്ക്സ്? കൊള്ളാം, സൂപ്പർ. കുടിച്ചാ നീ ആദ്യം വിഴിഞ്ഞത്? ആ ഓക്കെ, ഞാൻ കുടിക്കട്ടെ. ഞങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറാണ്. അപ്പൊ മിസ് ഹായ് പറയണ്ടേ ഗൈസ്? ഞങ്ങളെ പോലെ ഒരേ വൈബാ. ഞങ്ങളെ പറ്റി പറയാൻ ഭയങ്കര വൈബായിട്ടുള്ള പിള്ളേരാ. ഈ സുന്ദരമായ സുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നീ എനിക്ക് ഇട്ട് തന്നിട്ട് കോൺ നല്ല ടേസ്റ്റ് ഉണ്ട്, അതെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും അവസരിച്ച് ഞങ്ങൾ ഫുൾ എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ